ഇന്ത്യയിൽ വമ്പൻ നിക്ഷേപത്തിനൊരുങ്ങി ഗൂഗിൾ. $10 ബില്യൺ രാജ്യത്ത് നിക്ഷേപിക്കും. ഇന്ത്യയിൽ ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിക്ഷേപങ്ങളിലൊന്നാണ് ഇത്. ആന്ധ്രാപ്രദേശിൽ 88,705 കോടി രൂപയാണ് ഗൂഗിൾ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. ഡേറ്റ സംഭരിക്കുന്നതിനായി ഇന്ത്യയിൽ ഒരു AI ഡേറ്റാ സെന്റർ നിർമ്മിക്കുന്നതിനാണ് ഈ ഫണ്ടിംഗ് ഉപയോഗിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആൽഫബറ്റ് ഇന്റർകോർപ്പറേറ്റിന്റെ അനുബന്ധ സ്ഥാപനമായ ഗൂഗിൾ ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കുന്നതായി ആന്ധ്രാപ്രദേശ് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഈ നിക്ഷേപത്തിലൂടെ 1 ജിഗാവാട്ട് ഡേറ്റാ സെന്റർ നിർമ്മിക്കും. ചൊവ്വാഴ്ച സംസ്ഥാനവും ടെക് ഭീമൻ തമ്മിൽ ഒരു കരാർ അന്തിമമാക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ഗൂഗിൾ 1 ജിഗാവാട്ട് ഡേറ്റാ സെന്റർ ക്യാമ്പസ് നിർമ്മിക്കും. ഈ AI ഡേറ്റാ സെന്റർ ക്യാമ്പസ് വിശാഖപട്ടണത്ത് സ്ഥിതി ചെയ്യും. ഡേറ്റാ ക്യാമ്പസിൽ AI ഇൻഫ്രാസ്ട്രക്ചർ, വലിയ തോതിലുള്ള ഊർജ്ജ സ്രോതസ്സുകൾ പ്രതീക്ഷിക്കുന്ന ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കിലേക്കുള്ള കണക്ഷനുകൾ എന്നിവ ഉൾപ്പെടും. ആയിരക്കണക്കിന് സൂപ്പർ കമ്പ്യൂട്ടറുകളും സെർവറുകളും ഉൾക്കൊള്ളുന്ന ഒരു ഉയർന്ന പവർ കെട്ടിടമാണ് ഒരു AI ഡേറ്റാ സെന്റർ ക്യാമ്പസ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള നിർണായക രാഷ്ട്രീയ കൂടിയാലോചനകളും രാജ്യത്തെ ഏറ്റവും വലിയ വിദേശ നേരിട്ടുള്ള നിക്ഷേപ പ്രതിജ്ഞാബദ്ധങ്ങളിലൊന്നായ വിശാഖപട്ടണത്തെ $10 ബില്യൺ ഗൂഗിൾ ഡേറ്റാ സെന്റർ പദ്ധതിയും നേടിയെടുക്കുന്നതിനായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു ഇന്ന് ദേശീയ തലസ്ഥാനത്തേക്ക് ഒരു സുപ്രധാന യാത്ര ആരംഭിച്ചു. തെലുങ്കുദേശം പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കീഴിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശക്തമായ സ്ഥിരീകരണമായാണ് മുഖ്യമന്ത്രിയുടെ 2 ദിവസത്തെ പരിപാടിയെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ പാർലമെന്റ് സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി നിർണായകമായ രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു ചർച്ചയ്ക്ക് ഇന്ന് വൈകുന്നേരം 4:45 മുഖ്യമന്ത്രി നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. കുർണൂലിൽ നടക്കുന്ന സൂപ്പർ GST സൂപ്പർ സേവിങ്സ് പ്രോഗ്രാമിലേക്കും വിശാഖപട്ടണത്ത് നടക്കുന്ന CII പങ്കാളിത്ത ഉച്ചകോടിയിലേക്കും പ്രധാനമന്ത്രിയെ ഔപചാരികമായി ക്ഷണിക്കുക എന്നതാണ് പ്രാഥമിക അജണ്ടയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലം പരമപ്രധാനമാണ്. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകുന്നതിനെ ചൊല്ലി 6 വർഷത്തെ നീണ്ട ഭിന്നതയ്ക്ക് വിരാമമിട്ട് TDP NDAയിൽ വീണ്ടും ചേർന്നതിന് ശേഷമാണ് ഈ കൂടിക്കാഴ്ച. വികസന പദ്ധതികൾ വേഗത്തിലാക്കുന്നതിനും ഗൂഗിൾ ഇടപാട് പോലുള്ള വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും നിർണായകമായ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കിടയിൽ സുഗമമായ ഏകോപനം ഉറപ്പാക്കുന്നതിനാണ് ഉന്നതതല കൂടിയാലോചന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൂഗിൾ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിർണായകമായ മാറ്റങ്ങളും നികുതി ആനുകൂല്യങ്ങളും ഉൾപ്പെടെ കേന്ദ്രത്തിന്റെ പിന്തുണ തുടരാൻ നായിഡു ശ്രമിക്കുന്നുവെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ AI മിഷൻ ദർശനവുമായി യോജിപ്പിച്ച് ഒരു സംയുക്ത സംസ്ഥാന കേന്ദ്ര ശ്രമം എന്ന നിലയിൽ പദ്ധതിയുടെ പ്രാധാന്യം പ്രകടമാകുന്നു. രാജ്യത്തിന്റെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വിദേശ നേരിട്ടുള്ള നിക്ഷേപം എന്ന സംസ്ഥാന ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ച $10 ബില്യൺ നിക്ഷേപം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നായിഡു സർക്കാരിന്റെ ഒരു പ്രധാന രാഷ്ട്രീയ വിജയമായി കാണുന്നു. വലിയ തോതിലുള്ള തൊഴിലവസര സൃഷ്ടി എന്ന വാഗ്ദാനം നിറവേറ്റുന്നതിനായി ഉയർന്ന മൂല്യമുള്ള സാങ്കേതിക വിദ്യാധിഷ്ഠിത നിക്ഷേപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഭരണത്തെക്കുറിച്ചുള്ള TDPയുടെ ആഖ്യാനത്തെ ഇത് ശക്തിപ്പെടുത്തുന്നു. പ്രതിവർഷം 1,88,220 തൊഴിലവസരങ്ങളെ ഇത് പിന്തുണയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ദേശീയ ഡേറ്റാ സെന്റർ നയത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി കേന്ദ്ര സർക്കാരിനെ സ്വാധീനിക്കാനുള്ള മുഖ്യമന്ത്രി നായിഡുവിന്റെ വിജയകരമായ ശ്രമങ്ങൾ ആഗോള ടെക് ഭീമന്മാരെ ആകർഷിക്കുന്നതിനായി നികുതി ഇളവുകൾ, മറ്റ് നിർണായക പ്രോത്സാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സമീപകാല നയതന്ത്ര നീക്കങ്ങളുടെ ഒരു പ്രത്യക്ഷ പ്രതിഫലനമാണ് ഈ പദ്ധതിയെന്നാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.